നായകനായ പോലീസുകാരൻ ശിവ ട്രാൻസ്ഫറായി ഒരു നാട്ടിലേക്ക് വരികയാണ്. വാടകയ്ക്ക് വീടെടുത്ത് തന്റെ ഭാര്യയും കുഞ്ഞിനെയും കൂടി കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ആ വീട്ടിൽ ഒരു മുറിക്കകത്തായിട്ട് ഒരു തയ്യൽ മെഷീൻ ഇരിക്കുന്നുണ്ട്. ആ തയ്യൽ മെഷീൻ കാരണം നായകനും ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. കാരണം എന്തെന്നാൽ ആ തയ്യൽ മെഷീനുള്ളിൽ ഒരു പ്രേതാത്മാവുണ്ട്. ആ പ്രേതാത്മാവിന്റെ ശല്യം ഇതിനു മുൻപും വാടകയ്ക്ക് വന്നവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. നായകനാണെങ്കിലോ ആ ഒരു തയ്യൽ മെഷീൻ കാരണം സ്വസ്ഥതയില്ലാതായി. തയ്യൽ മെഷീൻ ഉപേക്ഷിക്കാമെന്ന് വെച്ചാൽ ഉപേക്ഷിക്കാൻ കൊണ്ടുപോയാലോ വീണ്ടും തിരികെ വരുമ്പോൾ ആ റൂമിൽ തന്നെ തയ്യൽ മെഷീൻ ഇരിക്കും. എപ്പോഴും അതിന്റെ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുന്നു. മാത്രവുമല്ല, ഒരു പ്രേതാത്മാവായ കുട്ടിയെ കൂടി അവർ കാണുന്നുണ്ട്. അതോടുകൂടി ആ ഒരു വീട്ടിൽ, അതായത് ആ ഒരു തയ്യൽ മെഷീനിൽ എന്തോ പ്രശ്നമുള്ള കാര്യം നായകന് മനസ്സിലായി. തയ്യൽ മെഷീനിൽ കുടിയിരിക്കുന്നത് ഒരു പ്രേതാത്മാവാണ്. എന്തിനായിരിക്കാം ആ ഒരു പ്രേതാത്മാവ് തയ്യൽ മെഷീനിൽ കുടിയിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം നായകനെയും അവന്റെ കുടുംബത്തിനെയും ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ആ ഒരു ആത്മാവിന്റെ ഉദ്ദേശം എന്തായിരിക്കാം എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം.